സമൃദ്ധമായ ജീവിതം എന്ന ടെലിവിഷൻ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, സ്ക്രീനിൽ കാണുന്നതായ എൻ്റെ ഇമെയിൽ അഡ്രസ്സ് നിങ്ങൾ എല്ലാവരും തന്നെ രേഖപ്പെടുത്തണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ദയവുചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളും അതുപോലെ പ്രാർത്ഥനാ അപേക്ഷകളും ഞങ്ങൾക്ക് നൽകേണ്ടതാണ്. അനുഗ്രഹപ്രദമായ ഒരു പ്രെയർ ടീം നമുക്കുണ്ട്. അവർ നിങ്ങൾക്ക് വേണ്ടി തുടർച്ചയായിട്ട് പ്രാർത്ഥിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കെന്നെ കാണുവാനും നിങ്ങളുടെ സഭകളിൽ നടക്കുന്നതായ മീറ്റിങ്ങുകളിലേക്ക് എന്നെ ക്ഷണിക്കുവാനും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ക്ഷണം സ്വീകരിക്കുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. ദയവുചെയ്ത് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ ബന്ധപ്പെടുകയും അതിൽ നിങ്ങളുടെ സഭ എവിടെയാണെന്നും അതിനെക്കുറിച്ചുള്ളതായ ഡീറ്റെയിലുകൾ അറിയിക്കുകയും ചെയ്യുക. നിങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടിയതിന് ശേഷം ഞാൻ പ്രാർത്ഥിക്കുകയും കർത്താവ് നൽകുന്ന ഗൈഡൻസ് അനുസരിച്ച് ഞാൻ കടന്നുവരികയും ദൈവവചനം പ്രസംഗിക്കുകയും ചെയ്യുന്നതാണ്. നമുക്ക് മുമ്പോട്ട് പോകാം. ഇന്നത്തെ സന്ദേശത്തിൻ്റെ തലക്കെട്ട് ഇതാണ്: ദാവീദ്, ദൈവത്തിൻ്റെ ഹൃദയപ്രകാരം ഉള്ള മനുഷ്യൻ. സ്ഥലപ്രവർത്തികൾ 13:22 ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കുകയാണ്. ഞാൻ ഇശ്ശായിയുടെ മകനായ ദാവീദിനെ എനിക്ക് ബോധിച്ച പുരുഷനായി കണ്ടു. എത്ര അത്ഭുതകരമായ വാക്കുകളാണ്! ദൈവം തന്നെ ഇവിടെ പറയുകയാണ്, ദാവീദ് എനിക്ക് ഇഷ്ടമുള്ളതായ ഒരു മനുഷ്യൻ ആണെന്ന്. അതിൻ്റെ അർത്ഥം, ദാവീദിൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നു. ദാവീദ് രാജാവ് എൻ്റെ മനസ്സിനോട് ഇണങ്ങിയവനാണ്. സുഹൃത്തുക്കളെ, ഇത് വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു അനുഭവമാണ്. ക്രിസ്തീയ വിശ്വാസികൾ ആയിരിക്കുന്ന നമുക്കെല്ലാവർക്കും തന്നെ ദൈവത്തിൻ്റെ മനസ്സുള്ള വ്യക്തികളായി മാറേണ്ടത് അത്യാവശ്യമാണ്. ദാവീദിൻ്റെ ജീവിതം നോക്കുമ്പോൾ ഒരുപാട് കഷ്ടതകളിൽ കൂടി, ഒരുപാട് പോരാട്ടങ്ങളിൽ കൂടി, എതിർപ്പുകളിൽ കൂടി എല്ലാം കടന്നുപോയതായ സമയത്തും അവൻ്റെ ജീവിതത്തിൽ ദൈവം വലിയ അത്ഭുതങ്ങൾ ചെയ്തു. ദാവീദിൻ്റെ ഭരണകാലം ഇസ്രായേലിൻ്റെ സുവർണ കാലഘട്ടം ആയിരുന്നു. കാരണം ദാവീദിൻ്റെ ഹൃദയം ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ളതായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും നമ്മൾ ദൈവത്തിൻ്റെ ഹൃദയപ്രകാരം ഉള്ള വ്യക്തികളാണെങ്കിൽ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. അതുപോലെ നമ്മൾ പോകുന്ന സഭയും അനുഗ്രഹിക്കപ്പെടുവാനിടയാകും. നമ്മുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടും, നമ്മുടെ മിനിസ്ട്രി അനുഗ്രഹിക്കപ്പെടും, നമ്മുടെ കൊച്ചുമക്കൾ അനുഗ്രഹിക്കപ്പെടും. തലമുറ തലമുറയായിട്ട് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ എല്ലാ മേഖലയിലും അനുഭവിക്കാൻ കഴിയും. ഇപ്പോൾ നമുക്ക് പരിശോധിച്ച് നോക്കാം, എന്തുകൊണ്ടാണ് ദാവീദ് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരം ഉള്ള വ്യക്തിയായി പരിഗണിക്കപ്പെട്ടത്. അതിനെക്കുറിച്ചുള്ള 4 പ്രധാന കാരണങ്ങൾ ഞാൻ പറയാം. നമ്മുടെ ജീവിതത്തിലും നമ്മൾ ദാവീദിൻ്റെ ഈ പാറ്റേൺ പിന്തുടർന്നാൽ ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള വ്യക്തികളായി, അനുഗ്രഹിക്കപ്പെട്ട വ്യക്തികളായിട്ട് നമുക്കും മാറുവാനായിട്ട് കഴിയും. നമ്പർ 1, ദാവീദ് എല്ലായ്പ്പോഴും ദൈവത്തിൻ്റെ മുൻപാകെ അവൻ്റെ പാപത്തെക്കുറിച്ച് അനുതാപമുള്ളവനായിരുന്നു. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള വ്യക്തിയായി മാറിയത്. സങ്കീർത്തനം 51:17 ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കുന്നു. ദൈവത്തിൻ്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നും നുറുങ്ങിയുമിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ല. ദാവീദ് പല തെറ്റുകളും ചെയ്യുവാൻ ഇടയായി. അവൻ്റെ ജീവിതത്തിൽ വന്ന ഏറ്റവും ഗുരുതരമായ തെറ്റായിരുന്നു അവൻ വ്യഭിചാരത്തിൽ പെട്ടുപോയത്. അത് അറിയാവുന്നതാണ്. എന്നാൽ അവൻ വ്യഭിചാരം ചെയ്യുക മാത്രമല്ല, ആ കുറ്റത്തെ മറച്ചുവെക്കുന്നതിനു വേണ്ടി അവൻ ഒരു കൊലപാതകവും ചെയ്യുവാനിടയായി. അങ്ങനെ മുൻപോട്ട് പോയി 1 വർഷത്തിന് ശേഷം അവൻ്റെ ജീവിതത്തിൽ ചെയ്തതായ പാപത്തെക്കുറിച്ച് അവന് ബോധ്യം വരുത്തി. ആ സമയത്ത് അവൻ ദൈവത്തിൻ്റെ മുൻപാകെ അനുതാപത്തോടുകൂടി, ഏറ്റുപറച്ചിലോടുകൂടി വരുവാനിടയായി. അവൻ കർത്താവിൻ്റെ സന്നിധിയിൽ വന്ന് അവൻ്റെ പാപത്തെക്കുറിച്ച് അവൻ അനുതപിക്കുകയും ദൈവത്തിൻ്റെ ക്ഷമയെ യാചിക്കുകയും ചെയ്യുവാൻ ഇടയായി. പിന്നീടെന്ത് സംഭവിച്ചു? ദൈവം അവനോട് ക്ഷമിച്ചു. അതിനുശേഷം അവനെ അനുഗ്രഹിച്ചു, അവന് സമൃദ്ധി കൊടുത്തു. ഏറ്റുപറച്ചിൽ അവനെ ഇസ്രായേലിൻ്റെ ഏറ്റവും ശ്രേഷ്ഠനായ രാജാവാക്കി മാറ്റിയെടുത്തു. പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മൾ പല പല തെറ്റുകൾ ചെയ്യാറുണ്ട്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മൾ നമ്മുടെ കുടുംബത്തിനെതിരായിട്ട് പാപങ്ങൾ ചെയ്യാറുണ്ട്. വ്യത്യസ്തമായ മേഖലകളിൽ നമ്മൾ പലപ്പോഴും പാപങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ദൈവം
അവനൊരു വിശുദ്ധ ജീവിതം നയിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നാം ഏതെങ്കിലും ഒരു തെറ്റ് ചെയ്യുകയാണെങ്കിൽ അടുത്ത നിമിഷം തന്നെ പരിശുദ്ധാത്മാവ് നാം ചെയ്തതായ ആ തെറ്റിനെക്കുറിച്ച് ബോധ്യം വരുത്തി ദൈവത്തിൻ്റെ മുൻപാകെ ഏറ്റുപറയുവാൻ നമ്മെ പ്രേരിപ്പിക്കും. നാം അങ്ങനെ ചെയ്യുകയും ചെയ്യും. നമ്മുടെ എല്ലാ പ്രാർത്ഥനകളിലും നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് മുൻപായിട്ട് നമ്മുടെ ഹൃദയത്തെക്കുറിച്ചൊന്ന് പരിശോധിച്ച് നോക്കേണ്ടത് ആവശ്യമാണ്. ദൈവത്തിന് എതിരായിട്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അനുതാപത്തോടുകൂടി, നുറുങ്ങിയ ഹൃദയത്തോടുകൂടി നമ്മൾ ദൈവത്തിന് മുൻപാകെ തെറ്റുകൾ ഏറ്റുപറഞ്ഞുകൊണ്ട് അവൻ്റെ ക്ഷമയ്ക്കായി അപേക്ഷിക്കേണ്ടതാണ്. യേശുക്രിസ്തു അവൻ്റെ വിലയേറിയ രക്തം കൊണ്ട് നമ്മുടെ സകല പാപക്കറകളെയും കഴുകി നമ്മെ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം വിശ്വസ്തനായ ദൈവമാണ്. അതുകൊണ്ട് ആരാണെങ്കിലും അവർക്ക് ദിനംതോറും അനുതാപത്തോടെ പ്രാർത്ഥിക്കുന്നതായ ഒരു ശീലമുണ്ട് എങ്കിൽ അവർക്ക് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള വ്യക്തിയാകാൻ കഴിയും. ദൈവം അവരെ ഒരിക്കലും തള്ളിക്കളയുകയില്ല. ദൈവത്തിൻ്റെ വചനം പറയുന്നു, അനുതപിക്കുന്ന വ്യക്തികളെ ഒരു നാളും ദൈവം തള്ളിക്കളയുകയില്ല. അനുതപിക്കുന്നതായ വ്യക്തികളെ ദൈവം അനുഗ്രഹിക്കുവാൻ ഇടയാകും. ദൈവം അവരുടെ പാപത്തെ ക്ഷമിച്ച് അവരുടെ ജീവിതത്തെ, അവരുടെ കുടുംബത്തെ, അവരുടെ മിനിസ്ട്രിയെ എല്ലാം വിശാലതയിലേക്ക് കൊണ്ടുപോകുവാൻ ഇടയാകും. അതാണ് പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള വ്യക്തികളാവുകയാണെങ്കിൽ നമ്മൾ ധാരാളമായി അനുഗ്രഹിക്കപ്പെടുവാനിടയാകും. നമ്മുടെ ജീവിതത്തിലും ദിനംതോറും അനുതപിക്കുന്നതായ ഒരു സ്വഭാവം ഉണ്ടായിരിക്കേണ്ടതാണ്. ദിനംതോറും അനുതപിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്നതായ പാപത്തിൽ നിന്നും പിന്തിരിഞ്ഞ് ദൈവത്തിൻ്റെ വഴിയിൽ പോകുക എന്നാണ്. അത് നടക്കുന്ന ക്രൂശിൻ്റെ ശക്തിയാലും പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷയാലുമാണ്. രണ്ടാമതായി, ദാവീദ് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള വ്യക്തിയായി മാറിയതിൻ്റെ രണ്ടാമത്തെ കാരണം അവൻ എല്ലായ്പ്പോഴും ദൈവത്തിൻ്റെ ഹിതം ചെയ്തിരുന്നു. അപ്പോസ്തലപ്രവൃത്തികൾ 13:22 ഒരിക്കൽ കൂടി നമുക്ക് വായിക്കാം. ഞാൻ ഇശായിയുടെ മകനായ ദാവീദിനെ എനിക്ക് ബോധിച്ച പുരുഷനായി കണ്ടു. അവൻ എൻ്റെ ഹിതം എല്ലാം ചെയ്യും. ദാവീദ് തനിക്ക് 17 വയസ്സുണ്ടായിരുന്നപ്പോൾ തന്നെ ദൈവത്തിൻ്റെ ഹിതം ചെയ്തു പോന്നു. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കഥയാണ്. ശക്തനായ മല്ലനായിരുന്ന ആ ഗോലിയാത്തിനെ ദാവീദ് കൊന്നതായ കാര്യം. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ദാവീദ് ചെറുപ്പം മുതൽ തന്നെ ദൈവത്തിൻ്റെ ഹിതം ചെയ്ത് വന്നവനായിരുന്നു. പിന്നീട് അവൻ ഇസ്രായേലിൻ്റെ രാജാവായിട്ട് മാറുന്നു. ഇസ്രായേലിൻ്റെ പലവിധമായ മേഖലകളെയും അവൻ വളർച്ചയിലേക്ക് കൊണ്ടുവരുവാനിടയായി. അവിടെ അവൻ്റെ ജീവിതത്തെക്കുറിച്ച് നോക്കുമ്പോൾ ദൈവത്തിൻ്റെ ഹിതം അനുസരിച്ച് ജീവിക്കുന്നത് കാണാം. അതുപോലെ തന്നെ ഭരണകാര്യത്തിലും അതുപോലെ തന്നെ കാര്യങ്ങൾ ചെയ്തു. ദാവീദ് ഇസ്രായേൽ രാജ്യത്തിലെ ഏറ്റവും ശ്രേഷ്ഠനായ രാജാവായിട്ടും രാജ്യത്തിൻ്റെ സമൃദ്ധിക്ക് കാരണക്കാരനായിട്ട് മാറിയതും ദൈവത്തിൻ്റെ ഹൃദയപ്രകാരം അവൻ ജീവിച്ചത് കൊണ്ട് മാത്രമാണ്. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള വ്യക്തികളായി ജീവിക്കുവാൻ നമുക്കെല്ലാവർക്കും ആഗ്രഹമുണ്ട്. നമ്മുടെ ഉള്ളിൽ അതിനുള്ള ആഗ്രഹമുണ്ട്. നമ്മുടെ തലമുറയെല്ലാം അനുഗ്രഹിക്കപ്പെടുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. ഇതെങ്ങനെ സാധിക്കും? ദാവീദിനെ പിന്തുടരുക. ദാവീദ് ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റി. നാമും അതേ കാര്യം തന്നെ ചെയ്യുക. നിങ്ങൾക്കറിയാമോ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഹിതം പ്രവർത്തിക്കുക അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഹിതമെന്ന് വെച്ചാൽ എന്താണ്? സാധാരണമായിട്ട് നമ്മൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. എന്നാൽ യഥാർത്ഥമായ വിഷയം അതല്ല. ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ദൈവത്തിൻ്റെ ഹിതം എന്ന് പറയുന്നത് യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് ഏൽപ്പിച്ചു കൊടുത്തതായ ആ മിനിസ്ട്രിയെ സംബന്ധിച്ചുള്ളതാണ്. അതാണ് യേശു പറഞ്ഞത്, ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ പിതാവിൻ്റെ ഹിതം നിറവേറ്റുവാനാണെന്ന്. അതാണ്, പിതാവിൻ്റെ ഹിതം നിറവേറ്റുന്നതാണ് എൻ്റെ ആഹാരമെന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും അപ്പനും എന്ന് പറയുവാനിടയായി. ഇപ്പോൾ ദൈവത്തിൻ്റെ ഹിതം ചെയ്യുന്നവർ ആരാണ്? ദൈവത്തിൻ്റെ ദാസന്മാർ മാത്രമാണോ? ഒരിക്കലുമല്ല. രക്ഷിക്കപ്പെട്ട എല്ലാവരും കർത്താവിൻ്റെ ശിഷ്യന്മാരാണ്. കർത്താവിൻ്റെ ശിഷ്യന്മാർ എന്ന നിലയിൽ ദൈവത്തിൻ്റെ ഹിതം നമ്മെക്കുറിച്ച് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ
യേശുക്രിസ്തു നമുക്ക് തന്നിരിക്കുന്നതായ സുവിശേഷം എന്ന ഉത്തരവാദിത്തമാണ്. യേശു കർത്താവ് തന്റെ ശിഷ്യന്മാർക്ക് ഏൽപ്പിച്ചു കൊടുത്തതായ ശുശ്രൂഷകൾ എന്തൊക്കെയായിരുന്നു? അതിൽ 6 ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ പേരുകൾ ഞാൻ പറയാം. നമ്മൾ എല്ലാവരും തന്നെ ഈ 6 ശുശ്രൂഷകളും നമ്മുടെ സഭകളിൽ ചെയ്താൽ, ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് നിങ്ങളൊരു വിശ്വാസിയായിരിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതായ 6 ശുശ്രൂഷകൾ എന്തൊക്കെയാണ്? നമ്പർ 1, കർത്താവിൻ്റെ സുവിശേഷം ലോകം മുഴുവനും പ്രസംഗിക്കുക. 2, രക്ഷിക്കപ്പെട്ടതായ ആളുകളോട് കർത്താവിൻ്റെ വചനങ്ങൾ പഠിപ്പിക്കുക. 3, ആദ്യമായി രക്ഷിക്കപ്പെട്ട് വരുന്നതായ ആളുകളെ കർത്താവിൻ്റെ ശിഷ്യത്വത്തിലേക്ക് വളർത്തിക്കൊണ്ട് വരിക. സൗഖ്യത്തിൻ്റെ ശുശ്രൂഷകൾ ചെയ്യുക. അത് മാനസികമായും ശാരീരികമായും ഉള്ളതായ സൗഖ്യത്തിനായി. കർത്താവ് നമുക്ക് തന്നിരിക്കുന്നതായ ഒരു വാഗ്ദത്തമാണ് രോഗത്തിൽ നിന്നുള്ള സൗഖ്യം. ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി ആളുകൾ മുതിരുക. നമ്പർ 5, പാവപ്പെട്ടവരായ ആളുകളെ സഹായിക്കുക. നമ്മുടെ സമൂഹത്തിൽ ദാരിദ്ര്യത്തിലായിരിക്കുന്ന ആളുകളെ സഹായിക്കുക. യേശു കർത്താവ് അങ്ങനെയുള്ള ഒരു ശുശ്രൂഷ നമ്മുടെ സഭയെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആവശ്യത്തിലിരിക്കുന്ന ആളുകളെ സഹായിക്കുക എന്നത് കർത്താവ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നതായ ഒരു ശുശ്രൂഷയാണ്. 6ാമതായിട്ട് നമ്മുടെ ലോക്കൽ ചർച്ചിലെ ശുശ്രൂഷകൾ ചെയ്യുക. അത് നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. 6 ശുശ്രൂഷകൾ. സുഹൃത്തുക്കളെ, വിശ്വാസികളും ദൈവത്തിൻ്റെ വേലയിലായിരിക്കുന്ന ആളുകളും ഇത് ഗൗരവമായിട്ടെടുക്കണം. ഞാൻ യേശു കർത്താവിൻ്റെ ഹിതം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ എൻ്റെ സമയവും എൻ്റെ താലന്തുകളും എൻ്റെ ധനവും ഈ 6 ശുശ്രൂഷകൾ ചെയ്യുവാനായിട്ട് ഞാൻ വിനിയോഗിക്കേണ്ടതാണ്. ഈ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ യഥാർത്ഥമായ ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള വ്യക്തിയായിട്ട് മാറും. ഇത് നമ്മൾ ഒരു ചർച്ചിലായിരിക്കുമ്പോൾ, ഇന്ന് പലപലമായ ദുരുപദേശങ്ങൾ നിറഞ്ഞു നിൽക്കുന്നതായ ഒരു സാഹചര്യമാണ്. ആളുകൾ കൂടുതലായിട്ട് പറയുന്നത് സമ്പത്തിനെക്കുറിച്ച്, സമൃദ്ധിയെക്കുറിച്ച്, അനുഗ്രഹത്തെക്കുറിച്ച് മാത്രമാണ്. യേശു കർത്താവ് ഒരിക്കലും ശിഷ്യന്മാരോട് പുതിയ നിയമപുസ്തകത്തിൽ പറയുന്നില്ല, നിങ്ങൾ പോയി വാഗ്ദത്തങ്ങളെക്കുറിച്ച് പറയണമെന്ന്. ഒരു വചനം പോലും കാണാൻ കഴിയില്ല. നിങ്ങൾ നോക്കുക, കാണില്ല. വാഗ്ദത്തങ്ങളുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൽ തക്ക സമയമാകുമ്പോൾ ദൈവം ചെയ്യുകയും ചെയ്യും. എന്നാൽ അതല്ല നമ്മുടെ മെയിൻ കാര്യം, നമ്മുടെ മെയിൻ സന്ദേശം അതല്ല. പല ആളുകളും ഞാനിപ്പോൾ പറഞ്ഞതായ ഈ 6 ശുശ്രൂഷകളും തള്ളിക്കളഞ്ഞ് ജീവിക്കുന്ന ആളുകളാണ്. നമ്മൾ ഇപ്പോൾ കേട്ടതായ ഈ 6 മിനിസ്ട്രികൾ നമ്മളായിരിക്കുന്നതായ സഭയിൽ നമ്മൾ ചെയ്തു വരുന്നതായ സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്നതായ അത്ഭുതകരമായ കാര്യങ്ങളെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് വളരെ ശ്രേഷ്ഠമായിട്ട് പറഞ്ഞിട്ടുണ്ട്. റോമർക്കെഴുതിയ ലേഖനം 12ന്റെ 2-ാം വാക്യം, ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയും ഉള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. അതിനു മുമ്പുള്ള വചനം പറയുന്നു, നിങ്ങളെ തന്നെ ജീവനുള്ള യാഗമായി ദൈവത്തിന് സമർപ്പിപ്പീൻ. ഇത് ചെയ്യുമ്പോൾ നമ്മൾ ദൈവഹിതം ചെയ്യുകയാണ്. നമ്മൾ പറഞ്ഞതായ ഈ 6 ശുശ്രൂഷകളാണ് ദൈവത്തിൻ്റെ ഹിതം. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ വചനത്തിൽ പറയുന്നു, നമ്മുടെ മനസ്സിന് രൂപാന്തരം സംഭവിക്കും. അതാണ് ക്രിസ്തുവിൻ്റെ മനസ്സിലേക്ക് ഒരു മാറ്റം, ഒരു രൂപാന്തരം സംഭവിക്കുവാനിടയാകും. പൂർണ്ണമായും ദൈവഹിതത്തിലേക്ക് മാറും. നമ്മുടെ ഇഷ്ടമല്ല, നമ്മുടെ ആഗ്രഹങ്ങളല്ല, നമ്മുടെ ഇച്ഛകളല്ല, ദൈവത്തിൻ്റെ ഹിതം മാത്രം. ഒരു രക്ഷിക്കപ്പെട്ടതായ വ്യക്തിയെ സംബന്ധിച്ച് അവൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഹിതം പൂർണ്ണമായി ചെയ്യപ്പെടുന്നതായ സമയത്ത് ഈ 6 ശുശ്രൂഷകൾ അവൻ ചെയ്യുവാൻ ഇടയാകും. എന്ത് സംഭവിക്കുന്നു? നമ്മുടെ മനസ്സ് ഈ 6 ശുശ്രൂഷകൾ ചെയ്യാൻ ഒരുക്കമുള്ളതായിട്ട് മാറുമ്പോൾ എന്തു സംഭവിക്കുന്നു? യഥാർത്ഥ ദൈവഹിതത്തിലേക്ക് നമ്മൾ നടത്തപ്പെടുവാനിടയാകും. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 33-ാമത്തെ വാക്യത്തിൽ കർത്താവ് യേശുക്രിസ്തു ഇപ്രകാരം പറഞ്ഞു, മുന്നമേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, ഇതോടുകൂടി അവയൊക്കെയും നിങ്ങൾക്ക് ലഭിക്കും എന്നത്. അതുപോലെ തന്നെ ക്രിസ്തീയ ജീവിതത്തിൽ എന്താണ് ദൈവഹിതം? മുന്നമേ അവൻ്റെ രാജ്യവും അവൻ്റെ നീതിയും അന്വേഷിക്കുക. ഞാൻ പറഞ്ഞതായ ഈ 6 മിനിസ്ട്രികളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക.
അപ്പോഴെന്ത് സംഭവിക്കും? യേശു കർത്താവ് ഇവിടെ പറയുകയാണ്, സ്വർഗസ്ഥനായ പിതാവ് ഈ ഭൂമിയിലും നിത്യതയിലും സകല അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് നൽകും എന്നത്. നിങ്ങളുടെ മാനസികവും നിങ്ങളുടെ ശാരീരികവും ആത്മീയമായിട്ടുള്ള അനുഗ്രഹങ്ങൾ. നമ്മൾ ഈ സിസ്റ്റം മനസ്സിലാക്കുകയാണ് വേണ്ടത്. നന്മയ്ക്ക് വേണ്ടി കരയുകയല്ല. അതുപോലെ തന്നെ ദൈവദാസന്മാർ പറയുന്നതായ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ കണ്ണുമടച്ച് അതുപോലെ തന്നെ വിശ്വസിക്കരുത്. അത് നിങ്ങൾക്ക് ലഭിക്കും, അത് നിങ്ങൾക്കുണ്ടാകും. എപ്പോഴാണത് ലഭിക്കുന്നത്? നിങ്ങൾ എപ്പോഴാണോ ദൈവത്തിൻ്റെ ഹിതം ചെയ്യുന്നത്, ദൈവഹിതം ചെയ്യുന്ന സമയത്ത് അത് ലഭിക്കും. മുന്നമേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടുകൂടി സകല നന്മകളും നിങ്ങൾക്ക് ദൈവം നൽകും. ഈ സമയത്ത് നിങ്ങൾ തീരുമാനമെടുക്കുക. വ്യക്തിപരമായി നിങ്ങളുടെ ജീവിതത്തെ ദൈവം തന്നിരിക്കുന്നതായ സമയത്ത് ഈ മിനിസ്ട്രികൾ ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ 6 ശുശ്രൂഷകൾ നിർവഹിക്കുവാനായിട്ട് നിങ്ങളുടെ പണം നിങ്ങൾ ചിലവഴിക്കുക. പ്രിയ സുഹൃത്തുക്കളെ, അപ്പോഴെന്ത് സംഭവിക്കും? നമ്മൾ എല്ലാവരും ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള വ്യക്തികളായി, ദൈവത്തോട് ചേർന്ന് വസിക്കുന്നവരായി മാറുകയും ദൈവത്തിൻ്റെ ഹിതം അതുപോലെ തന്നെ ചെയ്യുകയും ചെയ്യുന്ന അനുഗ്രഹിക്കപ്പെട്ട വ്യക്തികളായിട്ട് മാറും. ദാവീദ് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ളതായ മനുഷ്യൻ. ആ വിഷയത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. മൂന്നാമത്തെ വിഷയം എന്താണ്? ദാവീദ് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള വ്യക്തിയായി മാറിയതിൻ്റെ മൂന്നാമത്തെ കാരണം, അവൻ ദൈവത്തിൻ്റെ വചനത്തെ സ്നേഹിച്ചിരുന്നു. ഈ ശ്രേഷ്ഠമായ ദൈവവചനം വായിക്കുക. 119 സങ്കീർത്തനം 47-48 വാക്യങ്ങൾ. ഞാൻ നിന്റെ കൽപ്പനകളിൽ പ്രമോദിക്കുന്നു, അവ എനിക്ക് പ്രിയമായിരിക്കുന്നു. എനിക്ക് പ്രിയമായിരിക്കുന്ന നിന്റെ കൽപ്പനകളിലേക്ക് ഞാൻ എൻ്റെ കൈകളെ ഉയർത്തുന്നു, നിന്റെ ചട്ടങ്ങളെ ഞാൻ ധ്യാനിക്കുന്നു. ദാവീദ് എന്തുകൊണ്ടാണ് ദൈവത്തോട് അത്രത്തോളം അടുത്ത് ജീവിച്ചത്? കാരണം അവൻ ദൈവത്തിൻ്റെ വചനത്തെ സ്നേഹിച്ചിരുന്നു. നമുക്കറിയാം, സങ്കീർത്തന പുസ്തകം നോക്കുമ്പോൾ അതിൽ പകുതിയിൽ കൂടുതലും എഴുതിയിരിക്കുന്നത് ദാവീദാണ്. ദാവീദ് ദൈവത്തിൻ്റെ വചനത്തിന് കൊടുക്കുന്ന വിലയെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയും. 119 സങ്കീർത്തനം എന്നത് ബൈബിളിലെ ഏറ്റവും വലിയതായ ഒരു അധ്യായമാണ്. എല്ലാ വചനങ്ങളും നോക്കുമ്പോഴും നമുക്ക് കാണുവാനായിട്ട് കഴിയും, അവിടെ ദൈവത്തിൻ്റെ ഹിതത്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. സുഹൃത്തുക്കളെ, ദാവീദിൻ്റെ ഹൃദയം ദൈവത്തിൻ്റെ ഹൃദയത്തെപ്പോലെ ആയതിൻ്റെ കാരണം അതാണ്. എന്തുകൊണ്ടാണ് ദാവീദ് ദൈവത്തിൻ്റെ വചനത്തിന് അത്രത്തോളം വില കൊടുക്കുവാനിടയായത്? കാരണം നമുക്കറിയാം, ദൈവം പറയുന്ന വചനങ്ങൾ, അവൻ്റെ കൽപ്പനകൾ നമ്മൾ അനുസരിക്കുമ്പോൾ ദൈവത്തിന് നമ്മോട് പ്രസാദമുണ്ടാകും. കാരണം നമ്മൾ അവൻ്റെ വചനം കേൾക്കുന്നു, നമ്മൾ അവൻ്റെ വചനം ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് എന്ത് സംഭവിക്കും? ദൈവം തൻ്റെ വചനത്തെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കും. അത്ഭുതകരമാണല്ലേ? നമുക്കറിയാം, ദാവീദിനെ സംബന്ധിച്ച് ഒരുപാട് കഴിവ്, ഒരുപാട് താലന്തുള്ളതായ വ്യക്തിയാണ്. ഇസ്രായേലിൻ്റെ ശ്രേഷ്ഠനായ രാജാവായിരുന്നു. ദൈവം അവനെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. ദാവീദിൻ്റെ എല്ലാ സാഹചര്യങ്ങളുടെ നടുവിലും ദൈവം അവനെ സഹായിച്ചിരുന്നു. ദാവീദ് ദൈവത്തോട് ചേർന്ന് വസിച്ചിരുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇതാണ് ആ ആപ്ലിക്കേഷൻ. നാമും ദൈവത്തിൻ്റെ മക്കളാണ്. നാമും ദൈവത്തോട് ചേർന്ന് വസിക്കേണ്ടവരാണ്. നാമും ദൈവത്തിൻ്റെ വചനം ഇഷ്ടപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ ഹിതപ്രകാരം ജീവിക്കുവാനായിട്ട് കഴിയും. അപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ തലമുറകളുടെ നടുവിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദാവീദിനെ പോലെ തന്നെ ജീവിക്കുവാനായിട്ട് കഴിയും. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമുക്കൊന്ന് സ്വയം ചിന്തിക്കാം. എൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥം എന്താണ്? എൻ്റെ ജീവിതം എന്താണ്? ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രാതിനിധ്യം അല്ലെങ്കിൽ പ്രാധാന്യം കൊടുക്കുന്നത് എന്തിനാണ്? എൻ്റെ ജീവിതത്തിൽ ഏതെല്ലാം വിഷയങ്ങൾക്കാണ് ഞാൻ വില കൽപ്പിക്കുന്നത്? ദൈവത്തിൻ്റെ വചനത്തിന് ഒന്നാമതായിട്ട് നമ്മൾ പ്രാധാന്യം കൊടുക്കണം. സുഹൃത്തുക്കളെ, നമുക്ക് നോക്കാം, ദാവീദ് എങ്ങനെയാണ് ദൈവത്തിൻ്റെ വചനത്തെ ഇഷ്ടപ്പെട്ടിരുന്നത്. ഇവിടെ 3 അത്ഭുതകരമായ കാര്യങ്ങൾ കാണുവാൻ കഴിയും. ഒന്നാമത് ഇതാണ്: ഞാൻ നിന്റെ കൽപ്പനകളിൽ പ്രമോദിക്കുന്നു, അവ എനിക്ക് പ്രിയമായിരിക്കുന്നു. നിന്റെ വചനങ്ങൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്, ഞാനതിൽ സന്തോഷിക്കുന്നു. ഇവിടെ ദൈവത്തിൻ്റെ കൽപ്പനകളെക്കുറിച്ച് നോക്കുമ്പോൾ, ദൈവം കൊടുത്തിരിക്കുന്നതായ അവൻ്റെ
പ്രമാണത്തെ നോക്കുമ്പോൾ അവയെ ഏറ്റവും കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നു, അതിൽ സന്തോഷിക്കുന്നു എന്നാണ് ദാവീദ് പറയുന്നത്. നമ്മൾ എത്ര പേർക്ക് പറയാൻ കഴിയും സത്യസന്ധമായിട്ട്? നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നോക്കുമ്പോൾ നമുക്ക് സന്തോഷം നൽകുന്നതായ മറ്റ് പല കാര്യങ്ങളും ഉണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിന് നമ്മെ സന്തോഷിപ്പിക്കാൻ കഴിയുന്നുണ്ടോ? നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ സന്തോഷത്തോടു കൂടി വചനം ധ്യാനിക്കുന്നവരാണോ? അവൻ്റെ വചനം കേൾക്കുന്നവരാണോ? എന്തുകൊണ്ടാണ് ദാവീദ് പറയുന്നത് നിന്റെ കൽപ്പനകൾ എനിക്ക് പ്രമോദമാണെന്ന്? എന്താണ്? ഞാൻ പറയാം. ദൈവത്തിൻ്റെ സകല കൽപ്പനകളിലും അനുഗ്രഹമുണ്ട്. അവൻ്റെ സകല കൽപ്പനകൾ നിറയെ ജീവൻ ഉണ്ട്, സമൃദ്ധിയുണ്ട്. നമ്മൾ ഈ ലോകത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ഈ ലോകത്തിൽ തന്നെ ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നതായ സമൃദ്ധിയും സന്തോഷവും എങ്ങനെ പ്രാപിക്കാൻ കഴിയും? കർത്താവിൻ്റെ വചനങ്ങളെ നമ്മൾ അതുപോലെ അനുസരിക്കുന്നതിൽ കൂടി പ്രാപിച്ചെടുക്കാൻ കഴിയും. അതുകൊണ്ടാണ് യേശു കർത്താവ് പറഞ്ഞത്, ഞാൻ പറയുന്നതായ വചനം ജീവനും ചൈതന്യവുമുള്ളതാകുന്നു. അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനത്താലും മനുഷ്യൻ ജീവിക്കുന്നു. ദൈവത്തിൻ്റെ കൽപ്പനകൾ അവ അനുസരിക്കുന്നതുകൊണ്ട് നമ്മൾ പാപത്തെ വിട്ട് മാറി ജീവിക്കുക മാത്രമല്ല, അതുപോലെ അവൻ്റെ കൽപ്പനകളെ നമ്മൾ അനുസരിക്കുമ്പോൾ ഈ ലോകത്തിൽ നമുക്ക് സമാധാനവും സന്തോഷവും ഏറ്റവും ശ്രേഷ്ഠമായി അനുഭവിക്കുവാനും കഴിയുന്നതാണ്. നിങ്ങൾക്ക് യഥാർത്ഥമായിട്ട് ഇങ്ങനെ പറയാൻ കഴിയുമോ? ഞാൻ ദൈവത്തിൻ്റെ കൽപ്പനകളെ ഒരുപാട് ഇഷ്ടപ്പെടുന്നു എന്ന്. രണ്ടാമതായി ദാവീദ് പറയുന്നു, എനിക്ക് പ്രിയമായിരിക്കുന്ന നിന്റെ കൽപ്പനകളിലേക്ക് ഞാൻ എൻ്റെ കൈകളെ ഉയർത്തുന്നു. അർത്ഥമെന്താണ്? ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്റെ കൽപ്പനകളെ ഞാൻ അന്വേഷിക്കുന്നു, തിരയുന്നു. സുഹൃത്തുക്കളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് നല്ല കാര്യങ്ങൾ തിരയുന്നവരാണ്, അന്വേഷിക്കുന്നവരാണ്. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, നിങ്ങൾ മുന്നമേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക. കർത്താവ് ഇവിടെ അവൻ്റെ വചനത്തെ, അവൻ്റെ നീതിയെ തിരയാനാണ് പറയുന്നത്. നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ, അവൻ്റെ കൽപ്പനകളിലേക്ക് നമ്മൾ കരങ്ങളെ ഉയർത്തുമ്പോൾ, നമ്മൾ അവൻ്റെ കൽപ്പനകളെ അന്വേഷിക്കുമ്പോൾ, അവൻ്റെ ഇഷ്ടം ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ, അത്ഭുതകരമായ വിടുതലും അതുപോലെ അനുഗ്രഹവും നമുക്ക് ലഭിക്കാനിടയാകും. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ രക്ഷിക്കപ്പെട്ടതായ ഒരു വ്യക്തിയാണോ? നിങ്ങൾ മുടങ്ങാതെ ചർച്ചിൽ പോകുന്ന വ്യക്തിയാണോ? ദൈവത്തിൻ്റെ വചനത്തിന് വില കൊടുക്കുന്നവരാണോ? കേൾക്കുന്നതായ ദൈവത്തിൻ്റെ വചനങ്ങൾ നിങ്ങൾ ഹൃദയത്തിൽ സംഗ്രഹിക്കുകയും അതേപോലെ നിങ്ങൾ വീട്ടിൽ ചെന്നതിന് ശേഷം ആ വചനങ്ങൾ നിങ്ങൾ ധ്യാനിക്കുകയും ചെയ്യുന്നവരാണോ? അങ്ങനെ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ വിടുതൽ ദൈവം ചെയ്യാനിടയാകും. മറക്കരുത്. അതുപോലെ തന്നെ ദൈവത്തോട് കൂടുതൽ ചേരുവാൻ നമുക്ക് സാധിക്കും. ദാവീദ് മറ്റൊരു കാര്യം പറയുകയാണ്. എന്താണ് അവൻ പറയുന്നത്? ഞാൻ നിന്റെ ചട്ടങ്ങളെ ധ്യാനിക്കുന്നു. അനുഗ്രഹമല്ലേ? ഇത് വളരെ പ്രധാനമാണ്. സുഹൃത്തുക്കളെ, നിങ്ങൾ പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കാറുണ്ടോ? ദൈവത്തിൻ്റെ വചനം വായിക്കാറുണ്ടോ? വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുക എന്നത് വ്യത്യാസമായ കാര്യങ്ങളാണ്. നമ്മളൊരു വാക്യം വായിച്ചിട്ട് പോവുകയല്ല. നമ്മൾ വായിച്ചതായ ഒന്നോ രണ്ടോ വാക്യങ്ങൾ ധ്യാനിക്കണം. നമ്മൾ മനസ്സിലാക്കണം. അതിൻ്റെ ആഴമായ അർത്ഥം മനസ്സിലാക്കണം. അപ്പോൾ അതിൽ കൂടി നമുക്ക് വിടുതൽ ലഭിക്കാനിടയാകും. നാം ഇങ്ങനെ ചെയ്യുന്നതിൽ കൂടി ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള വ്യക്തിയായിട്ട് നമുക്ക് മാറുവാൻ കഴിയും. നാമും നമ്മുടെ കുടുംബവും സമൃദ്ധിയായി അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യും. നാലാമത്തെ കാര്യം, ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള വ്യക്തിയായി ദാവീദ് മാറിയതിൻ്റെ അടുത്ത കാരണം ഇതാണ്. അവന് നന്മ ചെയ്തവർക്ക് ദാവീദും നന്മ ചെയ്തിരുന്നു. 2 ശമൂവേലിന്റെ പുസ്തകം 9-1 വാക്യം ഞാൻ വായിക്കുകയാണ്. അനന്തരം ദാവീദ്, ഞാൻ യോനാഥാന്റെ നിമിത്തം ദയ കാണിക്കേണ്ടതിന് ശൗലിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ശേഷിച്ചിരിക്കുന്നുവോ എന്ന് അന്വേഷിച്ചു. അത്ഭുതകരമായ കാര്യം, ശൗലും യോനാഥാനും പിതാവും മകനുമാണ്. ശൗൽ മരിക്കുന്നു, ദാവീദ് ഭരണം നടത്തുന്നു. അങ്ങനെയുള്ളപ്പോൾ ദാവീദ് ചോദിക്കുകയാണ്, ശൗലിൻ്റെ കുടുംബത്തിൽ ആരെങ്കിലും ശേഷിച്ചിട്ടുണ്ടോ യോനാഥാൻ നിമിത്തമായിട്ട് ഞാൻ നന്മ ചെയ്യേണ്ടതിന്? അപ്പോൾ അവൻ്റെ ഭൃത്യന്മാർ യോനാഥാൻ്റെ മകനായ മെഫിബോശത്തിനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. ദാവീദ് യൗവനക്കാരനായിരിക്കുന്നതായ ഈ മകന് ഒരുപാട് നന്മകൾ ചെയ്യുവാനിടയായി. ആദ്യം ദാവീദ് ചെയ്തതായ കാര്യം ഇതാണ്. ഒന്നാമതായിട്ട് ശൗലിൻ്റെ നിലം അവന് കൊടുത്തു. അതിനുശേഷം രാജാവിൻ്റെ മേശയ്ക്കരികിൽ നിന്ന് ഭക്ഷണം കഴിക്കുവാനുള്ളതായ അനുവാദം കൊടുത്തു.
അതുപോലെ തന്നെ ആ മെഫീബോശത്തിന്റെ കാര്യത്തിൽ എല്ലാം ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ദാവീദ് അവൻ്റെ ജീവിതത്തിൽ വലിയ നന്മ ചെയ്തതായിട്ട് കാണാൻ കഴിയും. തനിക്ക് നന്മ ചെയ്തതായ വ്യക്തിക്ക് പകരമായിട്ട് നന്മ ചെയ്യുന്ന ദാവീദിനെ നമുക്ക് കാണുവാൻ കഴിയുന്നു. അതുകൊണ്ടാണ് ദാവീദ് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള വ്യക്തിയായി മാറിയത്. സുഹൃത്തുക്കളെ, നമ്മുടെ ജീവിതത്തിലും പലരും നന്മകൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ നമ്മൾ പലപ്പോഴും അവരുടെ കുടുംബത്തെ ഓർക്കാറുണ്ടോ? അവരുടെ തലമുറയെ നമ്മൾ ഓർക്കാറുണ്ടോ? നമ്മൾ അവരിൽ നിന്ന് നന്മ അനുഭവിച്ചതിന് പകരമായി നമ്മൾ അവർക്ക് നന്മ ചെയ്തു കൊടുക്കുന്നുണ്ടോ? ചിന്തിക്കൂ. നമുക്ക് നന്മ ചെയ്തവരോട് നമ്മളും നന്മ ചെയ്യുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ മനസ്സുള്ളവരായിട്ട് മാറുകയാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യും. അതുപോലെ ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള വ്യക്തിയായി ദാവീദ് വിളിക്കപ്പെട്ടതിൻ്റെ മറ്റൊരു കാരണം അവൻ നന്മ ചെയ്യുന്നവർക്ക് മാത്രമല്ല തിരിച്ച് നന്മ ചെയ്തിരുന്നത്, തിന്മ ചെയ്യുന്ന വ്യക്തികൾക്കും തിരിച്ച് നന്മ ചെയ്തു പോന്നു. മെഫീബോശത്ത് ഒരു മുടന്തനായ വ്യക്തിയായിരുന്നു. നടക്കാൻ ശേഷിയില്ലായിരുന്നു. എന്നാൽ ദാവീദ് അവനെ തൻ്റെ ഗൃഹത്തിലേക്ക് കൊണ്ടുവന്നു. അവനെ എല്ലാ രീതിയിലും സഹായിച്ചു. അവന് താങ്ങും തണലുമായി നിൽക്കുവാൻ ഇടയായി. അങ്ങനെ ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള വ്യക്തിയായിട്ട് ദാവീദ് മാറുവാൻ ഇടയായി എന്ന് കാണുവാൻ കഴിയും. നമുക്കും അങ്ങനെ ചെയ്യാം. നന്മ ചെയ്യുന്നവർക്ക് പകരം നമുക്കും നന്മ ചെയ്യാം. അതുപോലെ നമുക്ക് നന്മ ചെയ്യാത്തവർക്കും പകരമായി നമുക്ക് നന്മ ചെയ്യാം. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ സ്വർഗീയ നല്ല കർത്താവേ, നിന്റെ ശ്രേഷ്ഠമായ വചനത്തെ ഓർത്തുകൊണ്ട് സ്തുതിക്കുന്നു. ദാവീദിനെക്കുറിച്ച് നീ പറഞ്ഞുവല്ലോ, അവൻ നിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായിരുന്നു. അതുകൊണ്ട് നീ അവനെ അനുഗ്രഹിക്കുവാൻ ഇടയായി. അവന് അനുതാപമുള്ള ഒരു ഹൃദയമുണ്ടായിരുന്നു. അവൻ നിന്റെ ഹിതം അനുസരിച്ചു. അവൻ നിന്റെ വചനം ഇഷ്ടപ്പെട്ടു. അതുപോലെ അവന് നന്മ ചെയ്തവർക്ക് തിരിച്ച് നന്മ ചെയ്തു. കർത്താവേ, അതുപോലെ തന്നെ ഞങ്ങളുടെ ജീവിതത്തിലും മറ്റുള്ളവരെ സഹായിക്കുവാൻ, മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാൻ, നമ്മുടെ കുടുംബത്തിലും മിനിസ്ട്രിയിലും ഉള്ള എല്ലാവർക്കും നന്മ ചെയ്യാൻ സഹായിക്കണമേ. എല്ലാവരെയും ദാവീദിനെപ്പോലെ ജീവിക്കാൻ സഹായിക്കുമാറാകണമെന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നതായ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ശ്രേഷ്ഠമായ ടെലിവിഷൻ മിനിസ്ട്രിയുടെ ഭാഗമായി തീരുവാൻ നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു. ഞാനിപ്പോൾ പ്രധാനമായും 4 വ്യത്യസ്തമായ ഭാഷകളിലാണ് ഈ ജീവനുള്ളതായ സുവിശേഷം ടെലിവിഷനിൽ കൂടി അറിയിക്കുന്നത്. ഹിന്ദി, മലയാളം, തെലുഗു ആൻഡ് ഇംഗ്ലീഷ്. ഇതിൻ്റെ പിന്നിൽ ഒരുപാട് പണച്ചിലവ് ഉണ്ട്. ഇതിൽ കൂടി അനേകം ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകളാണ് ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നത്. അനേകം ആളുകൾ ദൈവവചനത്തിൻ്റെ സത്യങ്ങളെ മനസ്സിലാക്കുന്നു. സ്ക്രീനിൽ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് സംഭാവനകൾ അയച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇതിൽ പാർട്ണറാകാൻ കഴിയും. നിങ്ങൾക്കിപ്പോൾ വളരെ ലളിതമായിട്ട് നിങ്ങളുടെ ഫോണിൽ ഈ QR കോഡ് സ്കാൻ ചെയ്തിട്ട് നിങ്ങളുടെ സംഭാവനകൾ അയക്കുവാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നതായ ഈ ഫോൺ നമ്പർ നിങ്ങൾ സേവ് ചെയ്തുകൊണ്ട് ഈ നമ്പറിൽ കൂടിയും നിങ്ങൾക്ക് ഗൂഗിൾ പേ, ഫോൺ പേ തുടങ്ങിയതായ സൗകര്യങ്ങളിൽ കൂടി പണം അയക്കാൻ കഴിയും. അതുപോലെ മണി ഓർഡറിൽ കൂടിയും അയക്കാൻ കഴിയും. അതുപോലെ തന്നെ ചെക്ക് വഴി അയക്കുകയാണെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന അഡ്രസ്സ് രേഖപ്പെടുത്തി വയ്ക്കുക. അതുപോലെ ഒരു പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്നതായ നമ്പറുകൾ നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക. നിങ്ങൾ ആ നമ്പറിലേക്ക് ബന്ധപ്പെടുമ്പോൾ ഞങ്ങളുടെ ഓഫീസ് അതിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ പറഞ്ഞു തരും. തീർച്ചയായും നിങ്ങൾ ഇതിനോട് പ്രതികരിക്കുക, അനുഗ്രഹം പ്രാപിക്കുക. ഇപ്പോൾ നമുക്ക് ആശീർവാദത്തിനായി തലകളെ വണക്കാം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും സഹവാസവും നാം ഓരോരുത്തരോടും നമ്മൾ പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയങ്ങളോടും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.